ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2022-23 വർഷത്തെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 23-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡിയാണോ? നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമാണ്. 1.5 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയം. നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇക്റഉൽ ഫിക്ര വാജിബുൻ അസ്സില. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫിക്ര എന്ന് പറഞ്ഞാൽ? ഒരു പാരഗ്രാഫിനെയാണ് നമ്മൾ ഫിക്ര എന്ന് പറയുക. ഓക്കെ. യൗമെ കാലൽ മിസ്മാർ ലി അസ്തികാഹി. ഒരു ദിവസം മിസ്മാർ കൂട്ടുകാരോട് പറഞ്ഞു, അന അഫ്ദലു മിൻകും ജമിയ, ഞാനാണ് നിങ്ങളേക്കാൾ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞു. ഒന്നുർ ഇലാ ജിസ്മി അത്തൊവീൽ വശക്കിലി ജമീൽ, നിങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ, എന്ത് നീളമാണുള്ളത്. വശക്കിലി ജമീൽ, എൻ്റെ രൂപം എന്ന് പറയുന്നത്, ഷെക്കിൽ എന്ന് പറഞ്ഞാൽ രൂപം, എൻ്റെ രൂപം എന്ന് പറയുന്നത് വളരെയധികം ഭംഗിയുള്ളതാണ്. ഉന്നുർ ഇല താജ് അല റസി, എൻ്റെ തലയിലേക്ക് നോക്ക്, ഒരു കിരീടം. അഥവാ മിസ്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണിയാണല്ലേ. ആണിയുടെ മുകളിൽ ഒരു വട്ടുണ്ടാവും, അതിനെയാണ് താജ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ തലയിലേക്ക് നോക്കൂ, എനിക്കൊരു കിരീടം പോലെയുണ്ട്. വമിന്ദൂനിലായസ്തതി ഉൻ നജാർ ഉൽ അമൽ, ഞാനില്ല എങ്കിൽ നജാർ എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ്, അവർക്കൊന്നും ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ഞാനില്ലാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ഫിക്ര. ഇനി ഇതിലെ ചോദ്യം നോക്കാം. അയ്യാമുൻ മുഫ്രദുഹു, അയ്യാമുൻ എന്നതിൻ്റെ മുഫ്രദ് എഴുതാനാണ്. അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകവചനമാണ് എഴുതേണ്ടത്. അയ്യാം എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, അതിൻ്റെ ഏകവചനം എഴുതണം. യൗമുൻ എന്നാണ് ഏകവചനം. ഇനി അടുത്തത് കസീറൻ ലിദ്ദുഹു. കസീർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, അതിൻ്റെ ലിദ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്, അഥവാ ചെറുതിൻ്റെ ഓപ്പോസിറ്റ് വലുത് എന്ന്, അഥവാ തൊവീൽ എന്നതാണ് ഉത്തരം. മൂന്നാമത്തേത് റായിഉൻ. റായിഉൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, അതിൻ്റെ മുത്തറാദിഫ് എഴുതാനാണ്. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ അതേ മീനിങ്ങിൽ വരുന്ന അടുത്ത മറ്റൊരു പദം എഴുതാനാണ്. അപ്പോൾ ഇവിടെ ജമീൽ എന്നാണ് വരിക. നാലാമത്തേത് സ്വദീഖുൻ. സ്വദീഖുൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. ജംഹുഹു, അതിൻ്റെ ബഹുവചനം എഴുതണം. അപ്പോൾ കൂട്ടുകാരൻ എന്നത് കൂട്ടുകാർ എന്നായിട്ട് മാറും. അസ്തികാ എന്നായിട്ട് മാറും. അപ്പോൾ കൂട്ടുകാർ, ഈ 4 വരെയുള്ള ചോദ്യങ്ങളിൽ എല്ലാ പ്രാവശ്യവും എക്സാമിന് വരാറുള്ളത് ഇതേ ചോദ്യങ്ങൾ തന്നെയാണ്. അഥവാ മുഫ്രദ് എഴുതാൻ, ലിദ് എഴുതാൻ, മുത്തറാദിഫ് എഴുതാൻ, ജം എഴുതാൻ, ഇതൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ഈ വാക്കുകളും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എഴുതുക, ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എഴുതുക, മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്ങിൽ വരുന്ന മറ്റൊരു പദം എഴുതുക, ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം എഴുതുക. 5ാമത്തെ ചോദ്യം, മനില്ലതി അല റസി താജ്. ആരുടെ തലയുടെ മുകളിലാണ് താജ്, കിരീടമുള്ളത്? ആരുടെയാണ്? മിസ്മാർ. അപ്പോൾ അവിടെ അൽ മിസ്മാർ എന്ന് എഴുതി കൊടുക്കുക. 6ാമത്തേത് ജമീലുൻ അജ്മലുൻ. ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, അജ്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളത്. അങ്ങനെയാണെങ്കിൽ തൊവീൽ എന്ന് പറഞ്ഞാൽ നീളമുള്ളത്. ഏറ്റവും നീളമുള്ളതിന് എന്താ പറയുക? അത്തുവൽ എന്നാണ് പറയുക. ഓക്കെ. ഇനി 2ാമത്തേത് നോക്കാം. അജിബ് അൻ ഇസ്നേനി ഫക്കത്ത്. ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 7 മുതൽ 9 വരെ ഉള്ളതിൽ. 7ാമത്തെ ചോദ്യം, നെക്രോ തസ്രീഹ് വ നെക്തശുഫ് സത്രൽ മുനാസിബ ഫി മാന. ഈ മാന വരുന്ന, അഥവാ മാന എന്ന് പറഞ്ഞാൽ മീനിങ് വരുന്ന വരി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മീനിങ് തന്നിട്ടുണ്ട്. ഹാദിഹി മഹ്ലൂക്കാത്തും കുല്ലുഹാ മിൻ സ്വനാഹി റബ്ബിൽ ആലമീൻ. ഈ ഭൂമിയിലെ എല്ലാ മഹ്ലൂക്കാത്തും, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെതാണെന്നാണ് പറയുന്നത്. അതിന് അർത്ഥം വരുന്നത് 2ാമത്തേതാണ്. ഫദാക വ ഐറുഹു അബദൻ സ്വനായി സ്വാഹിബ് തൗലി എന്നുള്ളതാണ് ശരിയായ ആൻസർ. 8ാമത്തെ ചോദ്യം നോക്കൂ. റത്തിവൽ കലിമാത്തി ഹത്താ തസീറുൽ ജുംല. ഒരു സെന്റൻസ് കിട്ടുന്ന രീതിയിൽ ഈ വാക്കുകളെ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് ഫി, അൽ കറിയ, അൽ ബിലാദ്, അർ റൂഹ്. അവിടെ എങ്ങനെ വരിക? റൂഹുൽ ബിലാദി ഫിക്കറിയ. ബിലാദിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ റൂഹ്, അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണെന്നാണ് പറയുന്നത്. ഇനി ഇതിലെ ഭാഗം നോക്കൂ. നഫ്സിക ഹാഫിൽ സിഹത്ത് അല. ഇതെങ്ങനെ വരും? ഹാഫിൽ അല സിഹത്തി നഫ്സിക എന്നുള്ളതാണ് ശരിയായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 9ാമത്തെ ചോദ്യമാണ്. നെക്ര സത്തൂർ വനുജീബ് അസിലത്താലിയ. താഴെയുള്ള ലൈന് വായിക്കുക. 2 സത്തുറുകൾ കൊടുത്തിട്ടുണ്ട്, 2 വരികൾ കൊടുത്തിട്ടുണ്ട്. നെറൽ അംവാഹ ജാരിയ അലാ തെല്ലി അലാ സഹിലി വസഹിറൻ റാവു സാക്കുൻ വകം ആലിം മിൻ നഹലി.
ഇതാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഐന നറൽ അംബാഉൽ ജാരിയ, എവിടെയാണ് നമ്മുടെ വെള്ളങ്ങളൊക്കെ ഒഴുകി വരുന്നത്, എവിടെ നിന്നാണ്, എവിടെയാണ്? അലാ തെല്ലി അലാ സഹിലി, നമ്മുടെ താഴ്വരയിൽ നിന്ന് അതുപോലെ തന്നെ അരുവിയിൽ നിന്നൊക്കെയാണ് ഒഴുകി വരുന്നത്. ഇക്തഷിഫ് മി സുത്തൂറി ഇസ്മു ഷജറ, ഒരു മരത്തിൻ്റെ പേര് ഇതിൽ പറയുന്നുണ്ട്, അത് ഏതാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? നഖ്ലി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിലെ മൂന്നാമത്തെ സെക്ഷനാണ് അജ്ബൻ സിത്തത്തി ഫക്കത്. ഏതെങ്കിലും 6 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്, 10 മുതൽ 17 വരെ ഉള്ളതിൽ. 10ാമത്തേത് സിൽ ബിൽ മുനാസിബ, മാച്ച് ദ ഫോളോയിങ് ആണ്. അലാ തേത്തിയുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ഓലിബും മുഹന്നി എന്നുള്ളതാണ്. ഇനി തംരി അത്വീബ് എന്നുള്ളത് മാച്ച് ചെയ്തിട്ടുള്ളത് അൻ നഖ്ല എന്നുള്ളതാണ്. തൂമസ് എന്നുള്ളത് മാച്ച് ചെയ്തിട്ടുള്ളത് ഷാബുൻ നസ്വാബ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 11ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഇക്രൽ കിസ്സ വക്കമ്മിൽ മുഹാവറ, താഴെ ഒരു കിസ്സ തന്നിട്ടുണ്ട്, ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ്. അതിന് താഴെ ഉള്ളതിന് ആൻസർ ചെയ്യുകയും വേണം. യൗമെൻ കാല മിസ്മാറുലി അസ്തികാഹി, ഒരു ദിവസം മിസ്മാർ ആണി കൂട്ടുകാരോട് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അന അഫ്ലലു മിൻകും ജമീഅൻ ഫറദ്ദ മിൻഷാറു മുഫ്തഹിരൻ. അപ്പോൾ മിൻഷാർ എന്താ പറഞ്ഞത്? ഭയങ്കര അഹങ്കാരത്തോടു കൂടി മിൻഷാർ പറയാണ്, അന അക്വാ മിൻക, ഞാനാണ് നിന്നേക്കാൾ ശക്തിയുള്ളവൻ. അന അജ്മൽ, ഞാൻ നല്ല ഭംഗിയുമുണ്ട്. കാമത്തിൽ മിറാത്തു കായിലൻ, എന്താണ്? അപ്പം മിറാത്ത് പറയാണ്, ഇന്നൻ നജ്ജാർ യുഹിബുനി വാന അജ്മൽ, എന്താണ്? നജ്ജാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, കാർപ്പൻ്റർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നെയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയുള്ളതാണ്. സെമിഹ ദിഹാനു ഹദീസുഹും വനസഹു അസിഖാഹു, അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മൾ ദിഹാന് പറയാണ്, ലാ തതഫാഹർ, നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ഞാനു നതആവനുമായി, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. മിസ്മാർ അപ്പം എന്താ പറഞ്ഞത് ഇതിൽ? അന അഫ്ദലു മിൻകും ജമിയാൻ എന്നുള്ളതാണ് മിസ്മാർ പറഞ്ഞത്. അപ്പം മിൻഷാർ എന്താ പറഞ്ഞത്? അന അക്വാ മിൻക വാന അജ്മൽ എന്നുള്ളതാണ് മിൻഷാർ പറഞ്ഞത്. മിറാത്ത് എന്താ പറഞ്ഞത്? ഇന്നൻ നജ്ജാർ യുഹിബുനി ഫാന അജ്മൽ എന്നുള്ളതാണ്. അദ്ദിഹാന് പറഞ്ഞതോ ലാ തതഫാഹർ നഹ്നു നതആവനു മാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, കാരണം ആ പാരഗ്രാഫിൽ ആ സ്റ്റോറിയിൽ തന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണോ പറഞ്ഞത് എന്ന് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ എഴുതുക കേട്ടോ. ഇനി 12ാമത്തേതാണ് മാ അജ്മൽക്കറിയ. ഇവിടെ എന്താണ് 12ാമത്തെ ചോദ്യം? തർജ്മില ലോത്തിക്ക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് മാ അജ്മൽക്കറിയ, എന്ത് ഭംഗിയുള്ള ഗ്രാമം. ഫിഹ ഉക്കൂലുൻ വാസിയ, അവിടെ എന്താണ്? നല്ല വിശാലമായ വയലുകളുണ്ട്. മസാരഉൻ ജമീല, നല്ല ഭംഗിയുള്ള കൃഷിയിടങ്ങളുണ്ട്. ഹക്കൻ, തീർച്ചയായിട്ടും. ഇന്ന റൂഹു ബിലാദി ഫിക്കറിയ, തീർച്ചയായിട്ടും ഗ്രാമത്തിൻ്റെ രാജ്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗ്രാമത്തിന് എന്തു ഭംഗി, അവിടെ വിശാലമായ വയലുകളും മനോഹരമായ തോട്ടങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ നാടിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി ഇതിലെ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇക്രൽ ഫിക്രൽ ആത്തിയ വാജിബൻ അസില, താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വായിച്ചു നോക്കാം. ലല്ലൽ ഉസ്ഫൂറു ജാലിസൻ അല ഷജറത്തി സ്വാമിത്തൻ ഹസീനൻ, എന്താണ്? ഒരു ഉസ്ഫൂർ, ഒരു സ്പാരോ, ഒരു കുരുവി ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. വളരെയധികം ദുഃഖിതയോട് കൂടിയിട്ടും വളരെയധികം സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫസാല ലഹുൽ അസ്തിക്കാ, അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, ലിമാദാനത്ത സ്വാമിയത്, നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? അലൈസലക മാ തുഫാഹിറു ബിഹി, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫാജാബൽ ഉസ്ഫൂർ, അപ്പോൾ ഉസ്ഫൂർ എന്താ പറയുന്നത്? അൽ വതനുല്ലദി യജ്മഉനാഹുവൽ അജ്മൽ, എന്താണ്? എൻ്റെ രാജ്യത്തിൻ്റെ ഐക്യതയാണ് എൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്നാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 1ാമത്തെ ചോദ്യം നോക്കൂ. കൈഫ ജലസൽ ഉസ്ഫൂർ അലാ ഷജറ, എങ്ങനെയാണ് ഉസ്ഫൂർ മരത്തിലിരിക്കുന്നത്? എങ്ങനെയാണ്? ആൻസർ തന്നിട്ടുണ്ട്. സ്വാമിത്തൻ ഹസീനൻ, വളരെയധികം ദുഃഖിതനുമായിട്ടാണ്, വളരെ സൈലൻ്റായി ദുഃഖിതയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, മാസ സഹലൽ അസ്തിക്കായ്, എന്താണ് കൂട്ടുകാർ ആ ഉസ്ഫൂറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ലിമാദ അൻത സ്വാമി, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് അല്ലേ. ദെൻ 3ാമത്തേത് മാഹുവ ഷെയ്ഉൽ അജ്മൽ ഫി മൻദൂരിൽ ഉസ്ഫൂർ, എന്താണ് മൻദൂരിൽ ഉസ്മ, എന്താണ് ആ ഒരു സ്പേരയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയുന്നത്? എന്താണ്? അൽ വത്തനു അല്ലദീ യജ്മഉനാഹുവൽ അജ്മൽ, അതാണ് ഏറ്റവും ഭംഗിയുള്ളതെന്നാണ് ഉസ്ഫൂർ പറയുന്നത്. അപ്പോൾ ഇതും വളരെ ഈസിയാണ്, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഫിക്രകളെ തരുള്ളൂ. ഇനി 14ാമത്തത്
കമ്മലിൽ ഹിൽവാർ ബി മുസാദത്ത് കലിമാത്ത് ഫിൽ കൗസൈൻ. താഴെ ബ്രാക്കറ്റിൽ ഒരുപാട് കലിമാത്തുകൾ വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്വബാഹന്നൂർ. സ്വബാഹന്നൂർ നമ്മൾ എപ്പോഴാണ് പറയുക? ഈവനിങ് മോർണിംഗ് ആണല്ലേ പറയുക. സ്വബാൽ ഖൈർ എന്ന് പറയുന്നതിൻ്റെ ഉത്തരമായിട്ടാണ് സ്വബാഹന്നൂർ എന്ന് പറയാറ്. സുർത്ത് ഉസ്രത്തി അമ്മി ഫിക്കറിയ. എന്താണ്? ഞാൻ അമ്മാവിൻ്റെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, ഗ്രാമത്തിൽ. വാൻത നീയോ? അന ബിഹൈർ, എനിക്ക് സുഖമാണ്. ഇലല്ലിക്ക. എന്താണ് ഇലല്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് മീറ്റ് യു ഗുഡ് ബൈ എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് പറയാറ്. സലാസ അയ്യാം, 3 ദിവസം. യൗമൽ ജുമ വെള്ളിയാഴ്ച. ഇതാണ് ഹെൽപ്പിംഗ് വേർഡ്സ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ വായിച്ചു നോക്കാം. ഹിവാർ. ബസ്സാമ് പറയാണ് സ്വബാൽ ഹൈർ. അപ്പം എന്താ പറയുക രാജു? സ്വബാഹന്നൂർ എന്ന് പറയണം അല്ലേ. സ്വബാഹന്നൂർ കൈഫിൽ ഹാൽ, എന്താണ് വിശേഷം? ബസ്സാമ് പറയാണ് സെയിൻ, അൽഹംദുലില്ലാ, സുഖമാണെന്ന് പറയാണ്. അപ്പോൾ പിന്നെന്താ ചോദിക്കുക? അപ്പോൾ ചോദിക്കും വാൻത, എന്താ നിന്റെ വിശേഷം എന്ന അർത്ഥത്തിൽ ചോദിക്കും. അപ്പോൾ രാജു പറയും അന ബിഹൈർ, എനിക്ക് സുഖമാണ്. കൈഫ കലയിത്ത അയ്യാമുല്ലുത്തില, നീ എങ്ങനെയാണ് നിന്റെ ഹോളിഡേയ്സ് ഒക്കെ ചെലവഴിച്ചത്? വസാം എന്താ പറയാ? സുർത്തു ഉസ്രത്തു അമ്മി ഫിക്കറിയ, ഞാൻ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ ഗ്രാമത്തിൽ പോയിരുന്നു. രാജു കം യോമൻ കലയിത്ത ഹുനാക്ക, നീ എത്ര ദിവസമാണ് അവിടെ ചെലവഴിച്ചത്? അപ്പോൾ വസാമ് പറയാണ് എത്ര ദിവസം ഇതിൽ പറയുന്നേ? സലാസ അയ്യാം അല്ലേ, 3 ദിവസം. വാൻത കൈഫ കലയിത്ത, നീ എങ്ങനെയാണ് ഇതൊക്കെ ചെലവഴിച്ചത്? ഈ ഹോളിഡേ ഒക്കെ നീ എങ്ങനെയാണ് ചെലവഴിച്ചത്? രാജു പറയാണ് സുർത്തു മദീനത്തി കൂശി, ഞാൻ കൊച്ചി പട്ടണത്തിൽ വിസിറ്റ് ചെയ്തു. ബസാമ് മത്താറജത്ത, നീ എപ്പോഴാണ് എത്തിയത്? അപ്പോൾ ഇതിൽ ഏതാ സമയം പറയുന്നത്? ഒരു ദിവസം മാത്രമേ ഇവിടെ പറയുന്നുള്ളത്. ഏതാണ്? യൗമുൽ ജുമുഅ അല്ലേ. അപ്പോൾ അവിടെ യൗമുൽ ജുമുഅ എന്ന് കൊടുക്കുക. മാസലാമ, എന്താണ് മാസലാമ പറഞ്ഞാൽ സലാമോട് കൂടിയിട്ട്. അപ്പോൾ ബസാമ് പറയും ഇലല്ലിക്ക, വീണ്ടും കണ്ടുമുട്ടാം എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള കോൺവെർസേഷൻ. ഇതും വളരെ ഈസിയാണ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർഡ്സ് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ. ഇനി 15ാമത്തെ ചോദ്യം നോക്കൂ. ഇക്രൽ ഫിക്ര താലിയ വല ഹദീജ ബദൽ സൽമാൻ വക്തുബ് ജുംലത്തും മാ തബ്ദീലാത്തിൽ ലാസിമ. ഇവിടെ സൽമാനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ്, ഒരു ഫിക്ര. പാരഗ്രാഫ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സെൻറ്റൻസ് മാത്രമാണ് തന്നിട്ടുള്ളത്. അതിന് പകരം ഈ സൽമാന് പകരമായിട്ട് നിങ്ങൾ അവിടെ ഖദീജനെ വെച്ച് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ചേഞ്ചസുകളോട് കൂടിയിട്ട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വായിക്കാം നമുക്ക്. ഖറജ സൽമാൻ പോയി. ഖറജ സൽമാന് പോയി. മീൻ ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ നിന്ന്. വറക്കിബ ദർറാജത്തുഹു, അവന് ദർറാജയിൽ ബൈക്കിൽ കയറി. വസഹബ ഇലാ മദ്രസത്തിഹി, അവൻ്റെ സ്കൂളിലേക്ക് പോയി. ഓക്കെ. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ ഖദീജയാക്കി മാറ്റാം? ഖറജ എന്നുള്ളത് ഖറജത്ത് എന്നായിട്ട് മാറും. ഓക്കെ. ഖറജത്ത് ഖദീജ, മിൻ ബൈത്തിഹി എന്നുള്ളത് ബൈത്തുഹ എന്നായിട്ട് മാറും. ഓക്കെ. വറക്കിബത്ത്, അവൻ കയറി എന്നുള്ളത് വറക്കിബ എന്നാണ് പറയുക. വറക്കിബത്ത്, അവൾ കയറി. ദർറാജത്തുഹ, അവളുടെ ബൈക്കിൽ കയറി. വസഹബത്ത്, അവൾ പോയി. ഇലാ മദ്രസത്തിഹ, മദ്രസയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ചേഞ്ചസ് വരേണ്ടത്. അഥവാ ഹറജ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അത് പുരുഷൻ ഉപയോഗിക്കുന്നതാണ്. സ്ത്രീക്കാവുമ്പോൾ ഹറജത്ത് എന്ന് ഉപയോഗിക്കണം. ദെൻ നെക്സ്റ്റ് 16ാമത്തെ ആക്ടിവിറ്റിയാണ് കമ്മൽ കമാഫിൽ മിസാൽ. താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾ പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് തന്നിട്ടുള്ളത് എഫ്തഹിറുൽ ജബലു ബി ഉലവിഹി വക്കാല അന ആയില. എന്താണ്? ജബൽ വളരെയധികം പൊങ്ങച്ചത്തോട് കൂടിയിട്ട് പറയുകയാണ് അന ആയില, ഞാനാണ് വളരെ വലുത്, ഞാനാണ് വളരെ ഉന്നതിയിലുള്ളത് എന്ന് പറയാണ്. ഇനി ബാഗ് എഫ്തഹിറു സഹ്ലു ബി വുസ്അത്തിഹി, സഹിൽ പറയാണ്. വക്കാല എന്താ പറയുന്നത്? വുസ്അത്ത് എന്ന് പറഞ്ഞാൽ വിശാലതയോട് കൂടിയിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? അന ഔസ എന്നാണ് പറയേണ്ടത്. വുസ്അ എന്ന് പറഞ്ഞാൽ വിശാലമായത്, ഏറ്റവും വിശാലം എന്നുള്ളത് ഔസ എന്നായിട്ട് മാറും. ഇനി ജീമ് എഫ്തഹിറുൽ മിൻഷാർ ബി കൂവത്തിഹി, മിൻഷാർ വളരെ ശക്തിയോട് കൂടി പറയുകയാണ്. വക്കാല, കൂവത്ത് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത്, ഏറ്റവും ശക്തിയുള്ളത് ഞാനാണ് എന്ന് പറയണം. അപ്പോൾ എങ്ങനെയാണ്? അന അക്വ എന്നായിട്ട് മാറും. 4 എഫ്തഹിറു ബുർത്തുകാൽ ബിലദ്ദത്തിഹി, ബുർത്തുകാൽ വളരെ രസത്തോട് വളരെ ടേസ്റ്റോട് കൂടി പറയാണ്. വക്കാല എന്താ പറയുന്നത്? അന അലദ്ദു, ഞാനാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ വുസ്അ എന്നത് ഔസായായി, കുവ എന്നുള്ളത് അക്വയായി, ലദ്ദത്ത് എന്നുള്ളത് ഉലുദ്ദായിട്ട് മാറി. അപ്പോൾ ഇതാണ് നിങ്ങളവിടെ ചേഞ്ചസ് മനസ്സിലാക്കേണ്ടത്.
ഇനി 17ാമത്തേത് കമ്മിൽ ഹറമിൽ മുഫ്രദാത്ത് കമാഫിൽ മിസാൽ. ഈ ഒരു പിരമിഡ് നിങ്ങൾ താഴെ തന്നിട്ടുള്ളതുപോലെ പൂരിപ്പിക്കാനാണ്. ബൈത്തുൻ വീട്, ഹാദാ ബൈത്തുൻ ഇത് വീടാണ്, ഹാദാ ബൈത്തുൻ ജമീലുൻ ഇത് ഭംഗിയുള്ള വീടാണ്, ഹാദാ ബൈത്തുൻ ജമീലും വ കബീറുൻ ഇത് ഭംഗിയുള്ള വലിയ വീടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? മദ്രസത്തുൻ തന്നിട്ടുണ്ട്, ഹാദിഹി മദ്രസത്തുൻ, ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ, ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ വ കബീറത്തുൻ എന്നാക്കിയിട്ട് മാറ്റാം. ഇവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചത് മദ്രസ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ജമീല എന്നത് ജമീലത്തായിട്ട് മാറും, കബീർ എന്നുള്ളത് കബീറത്തായിട്ട് മാറും. ഇനി അടുത്ത സെക്ഷനാണ് അജിബൻ സലാസ ഫഖദ്. ഏതെങ്കിലും 3 ഉത്തരം എഴുതേണ്ടത്. 18ാമത്തേത് നുറാജു ജദുവല വനുജീബുൽ അസ്ഇല. താഴെയുള്ള പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും വേണം. പട്ടിക നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇവിടെ ഇസ്മ് ദൗറു ഫി മസ്രഹിയ അൽ ഉംർ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഒന്നാമത്തേത് മാ ഉംറു ആമിർ, എത്താണ് ആമിറിൻ്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അവിടെ നോക്കൂ, ആമിർ ദാരിസാണ് തന്നിട്ടുണ്ട്, ഉംർ ഹംസ അഷറ സന എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഹംസ അഷറ സന എന്നുള്ളതാണ്. ഇനി ഇതിലെ മൻ ഹുവ സ്വാഹിബുൽ മക്ഹ, മക്ഹയുടെ സ്വാഹിബ് ആരാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരാണ്? ഇവിടെ ദൗർഫി മസ്രഹിയ എന്നുള്ളിടത്ത് സ്വാഹിബുൽ മക്ഹ നോക്കുക, അവിടെ ആരാണ്? ഇസ്മ് കുമാറാണ്. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് കുമാറാണ്. ജീമ് മൻഹുവ ഉംറുഹു സലാസൂന സന, ആർക്കാണ് സലാസൂന സന 30 വയസ്സ് ആർക്കാണ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആർക്കായിരുന്നു? അബൂ സ്വാലിഹിനാണ്. ഇനി ഇതിലെ 4 മാ ദൗർ തോമസ്, എന്താണ് തോമസിൻ്റെ ദൗർ, റോൾ എന്താണ്? തോമസ് എന്ന് പറയുന്നത് ആരാണ്? ഷാബുൻ നസ്വാബാണ്. ഓക്കെ, അപ്പോൾ അവിടെ സാബുൻ നഷാബ് എന്ന് എഴുതി കൊടുക്കുക. വളരെ ഈസിയാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി 19 നൊയ്ദ് ബയാനു വസഫിയ അൻ ജമാലിൽ കറിയ ബി മുസാദത്തിൻ നക്കാത്തി താലിയ. താഴെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ കുറിച്ചിട്ടാണ്? അൻ ജമാലിൽ കറിയ, ഗ്രാമത്തിൻ്റെ ഭംഗിയെ കുറിച്ചിട്ടാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഹുക്കൂല്, കുല് എന്ന് പറഞ്ഞാൽ വയലുകൾ, അസ്ഹാർ എന്ന് പറഞ്ഞാൽ പൂവുകൾ, വഷ്ജാർ മരങ്ങൾ, നെഹ്ർ പുഴ, മിയാഹ് എന്ന് പറഞ്ഞാൽ വെള്ളം, ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ കർഷകൻ, എസ്ബഹു എൽ അബു വാസിയ യസ്റാവു അസ്മാക്ക് അത്ഫാൽ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു പാരഗ്രാഫ് ഉണ്ടാക്കി നോക്കാം. മാ അജ്മലുൽ കറിയ, എന്ത് ഭംഗിയുള്ള ഗ്രാമം. ഫിഹ ഉക്കൂലൻ വാസിയ, അവിടെ വിശാലമായിട്ടുള്ള വയലുകളുണ്ട്. വഷ്ജാറും കബീറ, വലിയ മരങ്ങളുണ്ട്. തെജിരി മിയാവ് ഫി അൻഹാർ വൽ ജദാവിൽ, എന്താണ്? വെള്ളം ഒഴുകുന്നുണ്ട്. എവിടെ നിന്ന്? പുഴകളിൽ നിന്നും അരുവികളിൽ നിന്നും ഒക്കെ. ഫി അൻഹാറുൽ അസ്മാക്കുൽ മുഖ്തലിഫ, അതുപോലെ തന്നെ അവിടെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള മീനുകൾ ആ പുഴയിലുണ്ട്. യസ്റൗൽ ഫല്ലാഹു ഫി ഹുക്കൂലി, കർഷകൻ വയലിൽ പണി ചെയ്യുകയാണ്. വൽ അത്ഫാലു യൽഅബൂന വയസ്ബഹൂന ഫിൽ അൻഹാർ, കുട്ടികളെല്ലാവരും കളിക്കുന്നുണ്ട്, അവർ പുഴയിൽ നീന്തുന്നുമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു കുഞ്ഞ് പാരഗ്രാഫ് ഉണ്ടാക്കാൻ വേണ്ടി എക്സാമിന് വരാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ തന്നിട്ടുള്ള ഹെൽപ്പിംഗ് വേർഡ്സിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്ത ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യമാണ് കമ്മലിൽ മന്ദൂബ ബി കലിമാത്തി ഫിൽ കൗസൈൻ. താഴെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ മന്ദൂമ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അലാ തത്തി ഇല, ഇതേ നമുക്ക് കഴിഞ്ഞ വർഷം 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചു വെക്കണം. അലാ തത്തി ഇല ഫസുലി. അടുത്തത് നോക്കൂ, കസീറിൽ ഹൈറി വൽ ഹുബി ഫനജ്ലിസു ബൈന അത്ഫാലി മഅൽ ഉസ്താദി വൽ കുതുബി നറ അസ്സുമലായി ഫിസ്സൊഫി അലൽ ഫറഹി അലൽ മറഹി. അതുപോലെ നെക്സ്റ്റ് വനഖ്റഉ ഖിസ്സത്തൻ ജബൽ വനഫ്ഹമു വുസ്അത്ത സഹൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ മന്ദൂമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി 21ാമത്തെ ആക്ടിവിറ്റി ഉക്തുബ് അർബ ജുംല മിൻ അദ്റാരി തദ്ഹീൻ ബിത്തക്മിലിഹി ഷംസുൽ മുഫ്രദാത്തുൽ ആത്തിയ. താഴെ തന്നിട്ടുള്ള പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തദ്ഹീൻ പുകവലിയെ കുറിച്ചിട്ടാണ്. ഒന്നിവിടെ തന്നിട്ടുണ്ട് യുഫ്സിദുൽ അസ്നാൻ. പിന്നെന്തൊക്കെ എഴുതാം? സബബുൽ സുർത്താനി ദം, എന്താണ്? ബ്ലഡ് ക്യാൻസറിന് കാരണമാകുന്നു. സബബുൽ സുർത്താനി റഅ
യദുറുൽ കൽബ് കൽബിനെ ചീത്തയാക്കുന്നു, സബബുൽ സുൽത്താനിൽ ഫം നാവിനെയൊക്കെ എന്താണ് വായയൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് വേർഡ്സ് തന്നിട്ട് എഴുതാൻ പറയും, അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളോട് എഴുതാൻ പറയും. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് കാണാതെ തന്നെ പഠിച്ചു വെക്കുക. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, റത്തിബുൽ ജുംല ഹത്താ തസീറുൽ ഹിക്കായ, താഴെയുള്ള ജുംലകളെ ഒരു ഹിക്കായുടെ രൂപത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ പറയാം. ഒന്നാമത്തേത്, ഹറജ ഇസ്വാമു മാ ഉസ്രത്തി ഹില ബൈത്തി അമ്മിഹി റഹബൗൽ അമ്മു അല മാ സുറൂർ വ തർഹീബൻ ഹാറൻ ഫഹിമ ഇസ്വാമുൽ ഹയാത്തിൽ മസാരി ദെൻ കാല ഫി കൽബിഹി ഇന്ന റൂഹു ബിലാദി ഫിക്കറിയ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്നുള്ള ഹിക്കായിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ജംബിൾഡ് ഓർഡറിൽ കൊടുക്കും. നിങ്ങളുടെ അടുത്തത് കറക്റ്റ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.